എടാ നീ എപ്പോഴാടാ അവളെ ഒന്ന് പ്രപ്പോസ് ചെയ്യാ? എടാ ഞാൻ പ്രണയിക്കുന്ന കാര്യം അവൾക്ക് ഇതുവരെ അറിയില്ല. നീ എന്താ കുഞ്ചാക്കോ കളിക്കണോ? ഇത് 2016 കുറച്ച് അപ്ഡേറ്റ് ആവടാ. നീ ധൈര്യമായിട്ട് പോയി പെട്ടെന്ന് ഐ ലവ് യു എന്ന് പറയടാ. എന്റെ കാര്യം ഇവിടെ നിങ്ങൾ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ? 10th വെച്ച് സ്റ്റെല്ല, പ്ലസ് 2 വെച്ച് പ്രിയ എന്ന് പറഞ്ഞ 2 ലൈൻ ഉണ്ടായിരുന്നടാ. അവള് നിന്നെ പ്രണയിച്ചോ? പെട്ടെന്ന് ഇട്ട് കുടിക്കാനേ പ്രണയം ഇൻസ്റ്റന്റ് കോഫിയൊന്നുമല്ല. അത് ഇഞ്ച് ബൈ ഇഞ്ച് ആസ്വദിച്ച് ജീവിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. പ്രണയം അത് ദിവ്യത്വമാണ്. അത് മനസ്സിൽ നിന്ന് വാക്കുകളായി പുറത്തേക്ക് വരണം. പ്രണയം അതൊരു സുഗന്ധമാണ്. അത് മനസ്സിൽ നിന്ന് അനുഭവിച്ച ജീവിതം വരമാകും. അതാണ് ശരിക്കുള്ള പ്രണയം. എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. എന്താ കാരണന്മാരെ, എന്തെങ്കിലും ഒരു ജോലി എപ്പോഴും ചെയ്തോണ്ടിരിക്കണം അല്ലേ? എടി മോളെ, ഇമാതിരി പണി ചെയ്യുന്നോണ്ടാ അപ്പാപ്പന്റെ ശരീരം ഇപ്പോഴും ഒരു ഉടുമ്പിനെ പോലെ ഇരിക്കുന്നത്. ശരീരത്തിൽ ഒരു അസുഖവും ഇല്ലണ്ട്, നല്ല യങ്ങായിട്ടിരിക്കുന്നില്ലേ? ഓ, അത്രയ്ക്കും ചെറുപ്പമാണോ? പിന്നെ ഒരു കല്യാണം കൂടെ കഴിച്ചൂടെ? എനിക്ക് ആഗ്രഹം ഉണ്ടല്ലോ. നീ ഒന്ന് അവളുടെ അടുത്ത് പറഞ്ഞു നോക്കി, നമുക്ക് തീർത്തേക്കാം. വയസ്സാം കാലത്ത് കിളവിന്റെ ഒരു ആഗ്രഹം കണ്ടോ? ആദ്യം അവൾക്ക് അവൾ ആഗ്രഹിച്ച ജീവിതം കിട്ടട്ടെ. എന്റെ കല്യാണമൊക്കെ പിന്നെ ആലോചിക്കാം. ആദ്യം നിങ്ങൾ രണ്ടുപേരും കഴിക്കാൻ വാ. തേനിന് എപ്പോഴും മറ്റുള്ളവരുടെ കാര്യത്തിലാ ശ്രദ്ധ. ഇന്ന് എന്താ സംഭവിച്ചെന്നറിയോ? എന്തു പറ്റി മോളെ? ആ ബ്രോക്കർ ഇല്ലേ ശിഖാമണി, അയാള് ഇവിടെ ആരോ പുതിയ വിയോ വന്നെന്നും പറഞ്ഞ് എന്റെ വീട് വാടകയ്ക്കൊക്കെ വന്നിരിക്കുക. ഞാൻ പറ്റില്ലെന്ന് മുഖത്ത് അടിച്ചതുപോലെ പറഞ്ഞു. ആ വീട് നിനക്ക് ഒരു അമ്പലം പോലെയല്ലേ? ആ വീട് നീ എങ്ങനെ കൊടുക്കും മക്കളെ? മോളെ, ഞാനൊരു ചായയോ ബണ്ണോ ഒക്കെ കഴിച്ച് ഈ ജീവിതം അങ്ങനെ ഓടിക്കും. നീ എന്തിനാ ആവശ്യമില്ലാത്ത പണിയൊക്കെ എടുത്തോണ്ടിരിക്കുന്നേ? നീ ആദ്യം പോയി നിന്റെ കട തുറന്നുള്ള പണി നോക്കോ മക്കളെ. ഇതൊക്കെ ഞങ്ങൾ നോക്കിയോളാം മക്കളെ, നീ പൊക്കോ. ഇത് എനിക്ക് വലിയ ജോലിയൊന്നും അല്ല, ഇതെന്റെ കടമയാ. നിന്റെ ഈ സ്നേഹം ഉണ്ടല്ലോ, അത് ശരിക്കും നിന്റെ അമ്മയുടെ തന്നെ. നിന്റെ അമ്മ ആഗ്രഹിച്ചതുപോലെ നിനക്ക് ഇഷ്ടപ്പെട്ടൊരു ജീവിതം തന്നെ കിട്ടട്ടെ എന്ന എന്റെ പ്രാർത്ഥന. കണ്ണടയുന്നതിന് മുമ്പ് ആ കല്യാണം കാണണമെന്ന ഞങ്ങളുടെ രണ്ടുപേരുടെ ആഗ്രഹം. നീ വേണമെങ്കിൽ നോക്കിയോടി, എന്റെ മക്കൾക്ക് ആഗ്രഹിച്ച ജീവിതം തീർച്ചയായിട്ടും കിട്ടിയിരിക്കൂടി. ദൈവം എപ്പോഴും ഇവളുടെ കൂടെ തന്നെ ഉണ്ടാവൂടി. എന്റെ ദൈവമേ, ഇന്നത്തെ ദിവസം എല്ലാ ദിവസവും പോലെ സന്തോഷമായിട്ട് പോണം. നമ്മളെയൊക്കെ വീട്ടിലുള്ളവരും മനസ്സിലാക്കുന്നില്ല, നാട്ടിലുള്ളവരും മനസ്സിലാക്കുന്നില്ല. പക്ഷേ ഈ ഗവൺമെന്റ് മാത്രം നമ്മളെ നന്നായി മനസ്സിലാക്കി നമുക്ക് സന്തോഷം മാത്രം തരുന്നു. ചേട്ടാ, തേനെന്തേട്ടാ? തേനോ? കാട്ടിലുണ്ടാവും, നാട്ടിലുണ്ടാവും, പിന്നെ എല്ലാ മരുന്നുകടയിലും കിട്ടുമല്ലോടാ. ഞാൻ നിങ്ങളുടെ മോളെയാ ചോദിച്ചത്. അവളെ കുറിച്ച് നീ എന്തിനാ ചോദിക്കുന്നേ? വീട്ടിൽ ഓട് മാറ്റണമെന്ന് പറഞ്ഞു. അപ്പൊ അത് സിമെന്റിന്റെ ആണോ സാധാരണ ഓടാണോ ചോദിക്കാൻ വന്നതാ. ഈ വീടെന്നാണ് പറഞ്ഞത്. എന്റെ വീടാന്നാ കൊച്ചു പറഞ്ഞേ. എന്റെ പൊന്നനിയാ, അവളെ അപ്പുറത്തുള്ള അവള് ജീവിക്കാൻ പോകുന്ന വീടിനെ കുറിച്ചാ പറഞ്ഞത്. ഓ അതെയോ, ശരിയേട്ടാ വരേട്ടാ. ഞാൻ സന്തോഷമായിട്ടിരിക്കും, എന്നെ ഡിസ്റ്റർബ് ചെയ്യല്ലേ. പോടാ പോടാ പോടാ, വേഗം പോ വേഗം പോ. ചേട്ടാ ഞാനും കൂടെ പോടാ. എന്റെ പൊന്നനിയാ, സന്തോഷത്തിൽ ഏറ്റവും വലിയ സന്തോഷം മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്നതാ. നെയ്യും കഴിക്കും. അടിതാ. ഇങ്ങോട്ട് വന്ന്. എല്ലാത്തിനും നടപടിക്രമം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ചെയ്യുന്ന കാര്യങ്ങൾ നന്നായി ചെയ്യണം, ഇല്ലെങ്കിൽ പുതിയ കുടിക്കാരനാണെന്ന് പറയും. ഇവൻ ഈ ജന്മത്തിലും എഴുന്നേക്കും തോന്നില്ലല്ലോ. നമുക്ക് നമ്മുടെ ജോലി നോക്കാം. സാറേ, മുതലാളി എപ്പോ വരും? ഒന്ന് വെയിറ്റ് ചെയ്യണേ, പ്രാർത്ഥിച്ചോണ്ടിരിക്കുവോ. സാർ ഇപ്പൊ വരും. ശരി സാറേ. നമസ്കാരം സാറേ. നമസ്കാരം മുതലാളി. ഇവർക്ക് എന്താ വേണ്ടത്? വേറെന്താ, കടം ചോദിച്ചു വന്നു തന്നെ. മുതലാളി, എന്റെ ഭർത്താവിന് സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യാനാണ് ഇഷ്ടം. മുതലാളി അതിനുവേണ്ടി എന്തെങ്കിലും കുറച്ച് പണം തന്ന് സഹായിക്കണേ. വിൽപത്രം വല്ലതും കയ്യിലുണ്ടോ? അങ്ങനെയൊന്നും ഇല്ല സാറേ. പിന്നെ എന്ത് വെച്ചാ ഞാൻ കടം തരുക? മാസാമാസം പലിശ ഞങ്ങൾ കറക്റ്റായിട്ട് അടച്ചോളാം. ചേട്ടാ, കാണാൻ പാവങ്ങളെ പോലുണ്ട്. നമുക്കൊന്ന് കടം കൊടുത്ത് നോക്കാം. നിന്നെ വിശ്വസിച്ച് ഞാൻ തരാം. കാരണം പെണ്ണുങ്ങളുടെ കണ്ണ് നിറയുന്നത് എനിക്ക് താങ്ങാൻ പറ്റില്ല. എന്തായാലും ചോദിച്ചാലേ ഇല്ല എന്ന് പറയാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ഒരു കാര്യം ചെയ്യ്, നാളെ വൈകുന്നേരം 6 മണിക്ക് വാ. ചേട്ടാ, നാളെ വെള്ളിയാഴ്ചയാ. ദിവസവും മുഹൂർത്തമൊക്കെ നോക്കിയിട്ട് ഓരോരു കാര്യം ചെയ്യാൻ നിന്നാ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലാക്കിക്കോ. കറക്റ്റ് സമയത്ത് ഉപകാരപ്പെടുന്നവനാടാ മനുഷ്യൻ. മുതലാളി.
ഓ രക്ഷപ്പെട്ടു. കണ്ണടച്ചുകൊണ്ട് ദേവിക്ക് ആപ്ലിക്കേഷൻ കൊടുത്തോണ്ട് നിൽക്കുക. ഇവളെങ്ങാനും കണ്ണുറന്ന് നോക്കിയ എന്നെ 4 പാട് തലങ്ങും വിലങ്ങും വെട്ടിക്കാകെ കിട്ടുകൊടുക്കും. അവള് കണ്ണുറന്ന് നോക്കുന്നതിന് മുന്നേ അവളുടെ കൺവെട്ടിച്ച് ഒന്ന് രക്ഷപ്പെട്ടടാ എന്റെ മുതലപ്പോണ്ടി. അമ്മേ മഹാമായേ. അതെ, എവിടേക്ക് പോണേ? വെള്ളം ഇട്ടിട്ട് ഏത് ഓഫീസിലേക്ക് പോണേ? എന്താ പാണ്ഡ്യമേ, കെട്ടിയോൻ കുളിച്ചൊരുങ്ങി പുറത്തോട്ട് പോകുമ്പോ ഭാര്യ എന്താ ചെയ്യണ്ടേ? നല്ല ചിരിച്ച മുഖത്തോടെ വാതിലിന്റെ അവിടെ നിന്ന് നല്ലൊരു പ്ലെയിൻ കിസ് കൊടുത്തിട്ട് പറഞ്ഞയക്കണം. അങ്ങനൊന്നും ചെയ്ത എന്തൊക്കെയാ ചോദിക്കുന്നത്? ഇല്ല, നിങ്ങളയക്കാൻ ഞാൻ താലപ്പൊലി എടുത്തിട്ട് വരാം. കൊറേ കാശ് സമ്പാദിച്ചിട്ട് ഭാര്യക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിക്കൊടുക്കുന്ന പോലെ നിങ്ങൾ എന്ന് മാറുന്നുവോ അന്ന് ഞാനും മാറും. സാധാരണ പിയൂണ് തൊട്ട് കളക്ടർ വരെ ഈ ഞാൻ പറഞ്ഞാ മാത്രമേ ജോലിയെ കൊടുക്കുന്നുള്ളൂ. അങ്ങനെയുള്ള എന്റെ നിലയും വിലയും മറന്നിട്ടാണോ ഈ സംസാരിക്കുന്നേ? ഇതൊക്കെ പോയിട്ട് നിങ്ങൾ അന്വേഷിച്ചു വരുന്നില്ലേ കുറെ മണ്ടന്മാര്, അവരോട് പോയി പറ. എന്റെ അടുത്തൊന്നും പറയണ്ട. 1/2 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ കാശായിട്ട് വന്നില്ലെങ്കിലുണ്ടല്ലോ, നിങ്ങളെ ഞാൻ അവിടെ വന്ന് നാണം കെടുത്ത് നോക്കിക്കോ. നോക്ക് പാണ്ഡ്യമ്മ, പുതിയ ജീവിതം തുടങ്ങുന്നവർ കുടുംബത്തെ പറ്റിയൊന്നും ചിന്തിക്കാനേ പാടില്ല. നാളെ രാവിലെ ഈ വീടിന് മുമ്പില് പലിശക്കാരും കടം കൊടുക്കാനുള്ളവരും എല്ലാം ഇവിടെ വന്ന് നിൽക്കും, നോക്കിക്കോ. അവർക്ക് പണം കൊടുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങളുടെ നിക്കർ അവര് കീറിക്കളയും. ഇതിനൊന്നും നിങ്ങൾക്ക് നാണക്കേടില്ലല്ലേ? നോക്ക് പാണ്ഡ്യമ്മ, എന്നെ വിശ്വസിക്കേ, ഞാൻ എങ്ങനെയെങ്കിലും ഏർപ്പാട് ചെയ്യാം. ആ ദേവി ഏതെങ്കിലും രൂപത്തിൽ നമ്മളെ സഹായിക്കാതിരിക്കത്തില്ല. തൊഴാൻ പോയ ദൈവം എതിരെ വന്നതുപോലെ ആരെങ്കിലും നമ്മളെടുത്തൊന്നും പെടാതിരിക്കത്തില്ല. അങ്ങനെയുള്ളപ്പോ നീ വിഷമിക്കണ എന്തിനാ? നേതാവേ, നിങ്ങൾ വീട്ടിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ആർക്കനോട് ഓർഡർ റേറ്റ് ഒരു ചേർത്തിട്ട് വാ. വരൂ, എനിക്ക് ആവശ്യം തന്നെ. ഇന്ന് നിങ്ങളുടെ ലെക്ക എന്നെ കാണണം എന്നുള്ളത് വിധിയാ. 2 മിനിറ്റ് ലേറ്റായിട്ട് വന്നിരുന്നെങ്കിലേ ഈ എന്നെ എന്തായാലും നിങ്ങൾ മിസ് ചെയ്തിരിക്കും. അല്ല, എന്ത് കാര്യത്തിന് വേണ്ടിയാ വന്നേ? എന്റെ ഭാര്യയുടെ ട്രാൻസ്ഫറിന് വേണ്ടി കഴിഞ്ഞ 1 വർഷമായിട്ട് ഞാൻ നിങ്ങളുടെ പിന്നാലെ നടക്കുമല്ലേ. വെയിറ്റ് ആയിട്ട് വന്നാലല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അങ്ങനെ വെയിറ്റ് ആയിട്ട് വന്നത് കൊണ്ടാ നമ്മുടെ ഉള്ളൂരിലുള്ള ഏകാംബരത്തിന് റേഷൻ കടയിലെ ജോലിയും, ആട്ടപ്പാടിയിലുള്ള ദാമോദരന് സെക്രട്ടേറിയറ്റിലെ ജോലിയും, കാട്ടക്കടകളിൽ അനീഷിന് വിയോ ജോലിയും വാങ്ങിച്ചു കൊടുത്തത്. നേതാവ്, ഇതൊക്കെ പുറം നാട്ടുകാരല്ലേ, നമ്മുടെ നാട്ടുകാർക്ക് ആർക്കും ജോലി വാങ്ങിക്കൊടുത്തില്ലേ? സ്വന്തം മക്കൾക്ക് ചെയ്തു കൊടുത്തത് ഒരച്ഛന് എങ്ങനെയാടാ പരസ്യമായിട്ട് പറയാൻ പറ്റുന്നേ? അത് നാണക്കേടല്ലേ? അതുപോട്ടെ, പോക്കറ്റിൽ എത്രയാ വച്ചേക്കുന്നേ? അത് എന്റെ മോന്റെ ഫീസ് അടയ്ക്കാനുള്ള കാശേ കയ്യിലുള്ളൂ. അതെ, നോക്ക്, അണ്ണാതുര തൊട്ട് നമ്മുടെ അബ്ദുൽ കലാം വരെ എല്ലാവരും ഗവൺമെന്റ് സ്കൂളിലാ പഠിച്ചത് തന്നെ. നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ ഒന്നും പറയാതെ നിന്റെ ചെക്കനെ ഗവൺമെന്റ് സ്കൂളിൽ തന്നെ പറഞ്ഞു വിട്ടേക്ക്. പഠിക്കുന്നവനാണെങ്കിൽ എവിടെ ഇരുന്നാലും പഠിക്കുമെന്നേ. നീ ആ പൈസ ഇങ്ങ് തന്നേക്ക്. നേതാവേ, എന്റെ ഭാര്യയുടെ ട്രാൻസ്ഫർ അതല്ല, ഞാൻ നോക്കിക്കൊള്ളാം, നീ ഒന്നും പറയണ്ട. അതെ പാണ്ഡ്യപ്പേ, നീ എവിടെ എന്തെടുക്ക? ഒന്ന് വേഗം വായോ. ഞാൻ വന്നു. നീ എന്തൊക്കെയോ പറഞ്ഞോട്ടെന്നല്ലേ, നിന്റെ പ്രശ്നമെല്ലാം ഇത് വെച്ച് തീർത്തേക്ക്. ഇങ്ങോട്ട് വന്നേ, ചിരിച്ചേ, ടാറ്റ കാണിച്ചേ. ഇനിയൊരു പ്ലെയിൻ കിസ് വന്നേ. ഈ സന്തോഷത്തിൽ അതിനെ പറ്റി നീ പഠിക്കണ്ട, എല്ലാം ഞാൻ ഏറ്റന്നേ പറഞ്ഞേട്ടല്ലേ. പാണ്ടിച്ചാട്ടോ, ഇന്ന് ഏത് ആടിനെയാ കിട്ടിയത്? ആടൊന്നും കയ്യില് കേറിയില്ലെന്നേ, ഇന്നൊരു കോഴി കുഞ്ഞാ കയ്യില് കേറിയത്. കുഞ്ഞിനെയും വിട്ടില്ലേ നിങ്ങള്? ഒരു കുഞ്ഞിനെ നല്ല തടവി വളർത്തിയെടുത്താ നാളെ അതൊരു കോഴിയാവൂലേ? അന്ന് അതിനെ വെട്ടിക്കീറി കറി വയ്ക്കാമല്ലോ. നല്ല തത്വം പറച്ചിലാണല്ലോ. രാഷ്ട്രീയക്കാരനായി പോയില്ലേ. എന്റെ പവർ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഈ നാട്ടിലെ ജനങ്ങൾക്ക് പ്രശ്നമുള്ളവരെയും ഈ പാണ്ഡ്യന്റെ കളികൾ തുടർന്ന് നടന്നുകൊണ്ടേയിരിക്കും. നോക്ക്, ഇപ്പൊ തന്നെ അടിച്ചു കണ്ടില്ലേ? കണ്ടോടാ, ഭാഗ്യം ഇന്ന് ഈ ചേട്ടന്റെ സൈഡിലാടാ. എല്ലാം വാരി എടുക്കുന്ന കണ്ടില്ലേ? എന്താ എല്ലാ കളിയും നിങ്ങൾ തന്നെയാണല്ലോ ജയിക്കുന്നത്. എങ്ങനെയാട്ടാ? അതിനെല്ലാം ഒരു യോഗം വേണോണ്ടാ.